ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. ആ വീഡിയോ മതം എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്ന ചില പ്രത്യേക അഭിപ്രായ പ്രകടനങ്ങളാണ്. നമുക്ക് അഭിപ്രായ പ്രകടനങ്ങളൊന്ന് കാണാം. മതമൊക്കെ ഇനിയിപ്പോ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല വേണം എൻ്റെ ഒരു സയൻസ് പരമായി നോക്കിയാൽ ഉറപ്പൊന്നുമില്ല. ഞാൻ കുറച്ച് ശാസ്ത്രം വിശ്വസിക്കുന്ന ആളാണ്, പക്ഷെ എത്തിസ്റ്റ് അല്ല. ഐ ബിലീവ് ഇൻ ഗോഡ്. എനിക്ക് 0% വിശ്വാസമുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, അതാണ് മതം. എനിക്ക് മതത്തിൽ വിശ്വാസമില്ല. ഇവിടെ എന്താ പറയുന്നത്, മതത്തെയാണ് അവർക്ക് പ്രശ്നമായി തോന്നുന്നത്, മതമാണ് അവർക്ക് പ്രശ്നമായും അബദ്ധമായും ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് തോന്നുന്നത്. അതിനുള്ള കാരണമായിട്ട് അവർ പറഞ്ഞത് എന്താണ്, അവർക്ക് മതം കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ അവസാനം പറഞ്ഞ ആരാളായിരുന്നു, പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജ് സുകുമാരൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ദൈവവിശ്വാസിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ പറ്റി അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരു കുട്ടികൾ പറയുന്നത് എത്തീസ്റ്റ് എന്ന് പറയാൻ ഞാൻ ആരാണ്, ഒരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ചില ആളുകൾക്കില്ല. ചില ആളുകൾക്ക് കേട്ടോ, ചില ആളുകൾക്ക് ദൈവത്തെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഏരിയ എന്താണ് മതമാണ്. മതം എന്തോ പ്രശ്നമാണ്. അപ്പോൾ അവർ ഇവിടെ കാണിക്കുന്നത് പോലെ എന്താണ് അവരുടെ വാദം, ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവം ഉണ്ടാവാം പക്ഷെ മതം തെറ്റാണ് എന്നതാണോ, അതോ ദൈവമില്ല അതുകൊണ്ട് മതം തെറ്റാണെന്നുള്ളതാണോ? ഒന്നാണ്. ദൈവം ഉണ്ടാവാം പക്ഷെ എന്ത് തെറ്റാണ്, അത് നമുക്ക് സംശയമൊന്നുമില്ല. ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഉണ്ടാവുകയൊക്കെ ചെയ്യാം, നമുക്ക് അങ്ങനെ തോന്നുന്നതൊക്കെ ഉണ്ട്. പക്ഷെ മതം ഒരിക്കലും എന്ത് ചെയ്യൂല, മതം ഒരിക്കലും ശരിയാവില്ല. അതാണ് അവരുടെ പോയിന്റ്. ആക്ച്വലി ഇതിൽ കുറച്ചെങ്കിലും ലോജിക്കലായിട്ട് തോന്നുന്നത് എന്താ, കുറച്ചെങ്കിലും യുക്തിപരമായിട്ട് തോന്നുന്നത് എന്താ, ദൈവമല്ല അതുകൊണ്ട് മതം തെറ്റാണെന്നുള്ളത് പിന്നെ ലോജിക്കലാണ്. പിന്നെ അതുപോലെ തെളിയിക്കണം, ദൈവമല്ല എന്നുള്ളത് തെളിയിക്കണം. പക്ഷെ അത് പിന്നെ ലോജിക്കലാണ്. ദൈവം ഉണ്ടാവാം പക്ഷേ മതം തെറ്റാണെന്ന് പറയുന്നത് ശരിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോജിക്കലി നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദൈവം ഉണ്ടെന്ന് വിചാരിക്കാം, ദൈവം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു വിചാരിക്കാം. നമുക്ക് അതിലെ ചർച്ചയിലേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ദൈവം ഉണ്ടെങ്കിൽ ഇത്രയും മനോഹരമായ മനുഷ്യ സൃഷ്ടിപ്പ് അവൻ വെറുതെ അങ്ങ് ചെയ്തായിരിക്കോ, ഒരു കളിതമാശക്ക് വേണ്ടി വെറുതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടൊരു കാര്യമായിരിക്കോ? നമ്മളെ സൃഷ്ടിപ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 37 ലക്ഷം കോടി കോശങ്ങളാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു നിമിഷം ഒരു കോശം എണ്ണാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ കോശങ്ങൾ എണ്ണി തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 11 ലക്ഷം വർഷങ്ങളാണ്. 37 ലക്ഷം കോടി കോശം എന്ന് പറഞ്ഞാൽ 37 ട്രില്യൺ കോശം എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. ഇത് പടച്ചോൻ വെറുതെ ഉണ്ടാക്കി. ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കുന്നവരോട് പറയുന്നു കേട്ടോ, ദൈവമില്ല എന്ന് പറയുന്നവരോടല്ല. ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കുന്നവർ പറയുന്നത് അതങ്ങ് വെറുതെ ഉണ്ടാക്കി, അത് പടച്ചോൻ അങ്ങനെ വെറുതെ ഉണ്ടാക്കി. 37 ലക്ഷം കോടി കോശങ്ങൾ ഓരോ മനുഷ്യരിലും. അങ്ങനത്തെ 800 കോടി മനുഷ്യർ ഇന്ന് ജീവിക്കുന്നുണ്ട്. ആ കോശത്തിൻ്റെ ഉള്ളിലോ, ആ കോശത്തിൻ്റെ ഉള്ളിൽ 46 ക്രോമസോം ഉണ്ട് എല്ലാ കോശത്തിനുള്ളിലും, അല്ലെങ്കിൽ 46 DNA DNA മോളിക്യൂളുകളുണ്ട്. ആ ഓരോ DNA മോളിക്യൂളുകളിലും 32,200 കോടി ജനിതക വിവരങ്ങൾ, ജനറ്റിക് ഇൻഫർമേഷനുകൾ ഉണ്ടെന്നാണ്. അഥവാ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ താഴ്ത്തു കൊടുത്തിട്ടുണ്ട് ഒരു DNA മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ആലോചിക്കണ്ടോ, മനുഷ്യന്റെ ബോഡി 37 ലക്ഷം കോടി കഷ്ണങ്ങളാക്കി മുറിച്ചാൽ ആ ചെറിയൊരു കഷ്ണല്ലേ, ആ കഷ്ണത്തിന്റെ ഉള്ളിൽ 46 എണ്ണം ഉണ്ട് DNA. അതിൽ ഒരു DNA അല്ലേ, ആ ഒരു DNAയിലുള്ള വിവരങ്ങൾ, ആ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ഒരു ലൈബ്രറിയോളം വരും, അഥവാ 1000 പുസ്തകങ്ങളോളം വരും. 100 പേജുള്ള 1000 പുസ്തകങ്ങളോളം വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയാണ് ഇത് പടച്ചോൻ വെറുതെ ഉണ്ടാക്കിയതായിരിക്കും. ഇത് ഒരു കോശത്തിലെ ഒരു DNA പറ്റിയാണ് പറഞ്ഞത്, പടച്ചോൻ വെറുതെ ഉണ്ടാക്കിയതായിരിക്കും. ഈ കോശങ്ങൾ കൂടി ചേർന്ന് ടിഷ്യൂ ആകുന്നുണ്ട്, ആ ടിഷ്യൂകൾ കൂടി ചേർന്ന് ഓർഗൻ ആകുന്നുണ്ട്, അവയവം ആകുന്നുണ്ട്, അവയവങ്ങൾ കൂടി ചേർന്ന് അവയവ സംവിധാനം അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ആകുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ്. പടച്ചോൻ വളരെ വ്യക്തമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട്, പടച്ചോൻ അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ എന്താ വിചാരിച്ച വെറുതെ അങ്ങ് ഉണ്ടാക്കിയതാണെന്നോ? നിങ്ങൾക്ക് ബോധ്യപ്പെടും, ചിന്തിച്ചാൽ പടച്ചവനുണ്ടെന്ന് ബോധ്യപ്പെടും. ആ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്, ഇത് പടച്ചവൻ വെറുതെ അങ്ങ് ഉണ്ടാക്കിയതാണെന്നോ? വ അന്നകും ഇലൈന ലാ തുർജഊൻ, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടില്ല എന്നാണോ? നിങ്ങൾ അങ്ങ് വെറുതെ വിടുന്നാണോ? നിങ്ങളെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലോജിക്കലി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ ആ സംവിധാനത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ സംവിധാനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പടച്ചവൻ നമ്മളോട് പറയുന്നുണ്ടോ? എന്നെ എന്തിനാ സൃഷ്ടിച്ചെന്ന് പടച്ചവൻ പറയുന്നുണ്ടോ? എൻ്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഈ അനുഗ്രഹങ്ങൾ മൊത്തം ഞാൻ അനുഭവിക്കുന്നുണ്ട്, സുഖങ്ങൾ മൊത്തം അനുഭവിക്കുന്നുണ്ട്. എന്താ ഞാൻ ഈ ദുനിയാവ് കൊണ്ട് ചെയ്യേണ്ടത്? എന്താ ഈ സുഖങ്ങൾ കൊണ്ട്, സൗകര്യങ്ങൾ കൊണ്ട്, അവസരങ്ങൾ കൊണ്ട് ചെയ്യുന്നത് എന്ന് എന്നെ ഇങ്ങനെ സംവിധാനിച്ചൊരു പടച്ചുണ്ടല്ലോ, ആ പടച്ചവനോട് പറയുന്നുണ്ടോ? അത് അന്വേഷിക്കണം. ഏതെങ്കിലും മാർഗത്തിലൂടെ ആ പറച്ചിൽ വരുന്നുണ്ടോ?
ഇസ്ലാം പറയുന്നത് നിങ്ങൾ അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ നിസ്സംശയം ബോധ്യപ്പെടാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് തെളിയിക്കുന്ന 100 കണക്കിന് തെളിവുകൾ നമുക്ക് നിരത്താൻ പറ്റും. അത്രമേൽ മനോഹരമായി ആ തെളിവുകളോടെ മനസ്സിലാക്കാൻ പറ്റും. മുഹമ്മദ് നബിക്ക് മുമ്പ് പ്രവാചകർ വന്നിരുന്നു. ആ പ്രവാചകന്മാരിലൂടെ വന്ന ആശയങ്ങൾ ഇന്ന് പല മതങ്ങളായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പക്ഷേ മനുഷ്യരാൽ തിരുത്തപ്പെട്ടു, മാറ്റപ്പെട്ടു. അനേകം തെളിവുകളിലേക്ക് നമ്മളുടെ പഠനം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോവും. നമുക്ക് ആർക്ക് വേണമെങ്കിലും സജസ്റ്റ് കൊടുക്കാനും പറ്റും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലൈവിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. അനേകം തെളിവുകൾ, ദൈവമുണ്ടെന്നുള്ളതിൻ്റെ അനേകം തെളിവുകളും വാദങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇതിനെ എല്ലാത്തിനെയും പറ്റി ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതൊരുപാട് വാദങ്ങളാണ്. അതിൽ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നൊരു വാദമുണ്ട്. അഥവാ അത് പറയുന്നത് ഈ ഓരോന്നും ഓരോ കാര്യത്തെയായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ വാദങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് അതിലൂടെ ദൈവമുണ്ടെന്ന് ബോധ്യത്തിലേക്ക് എത്തുക. അവസാനത്തെ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻ്റ് പറയുന്നത് ഈ പ്രപഞ്ചം അത്രയും മനോഹരമായി സംവിധാനിക്കപ്പെട്ടതാണ്, അത്രയും മൈന്യൂട്ടായി സംവിധാനിക്കപ്പെട്ടതാണ്. ആ മൈന്യൂട്ടായ കൃത്യമായ സംവിധാനം ഉണ്ടെങ്കിൽ അതിനെ സംവിധാനിച്ചൊരു പടച്ചുണ്ടാകാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു പടച്ചുണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. ഇത് ഇത്ര മൈന്യൂട്ടായി സംവിധാനിച്ചതാണെങ്കിൽ അപ്പൊ ചോദ്യം, അത്ര കൃത്യമായി സംവിധാനിച്ചതാണോ പ്രപഞ്ചം? ഈ ലോകം നേരത്തെ പറഞ്ഞു, കോശത്തെ പറ്റി പറഞ്ഞു, ശരീരത്തെ പറ്റി പറഞ്ഞു, അതന്നെ ഇനഫാണ്. പടച്ചൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് നോക്കൂ. ആ സ്വന്തത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടച്ചോനെ ബോധ്യപ്പെടാൻ പറ്റൂലേ എന്ന് പടച്ചൻ ചോദിക്കുന്നുണ്ട്, ഖുർആൻ ചോദിക്കുന്നുണ്ട്. അത് മതി, കോശത്തെ പറ്റി അറിഞ്ഞാൽ മതി, ക്രോമസോമിനെയും DNA പറ്റി അറിഞ്ഞാൽ മതി, അതന്നെ ഇനഫാണ് ദൈവത്തിൽ വിശ്വസിക്കാൻ. എന്നാൽ കുറച്ചുകൂടി പ്രപഞ്ചത്തെ പറ്റി മനസ്സിലാക്കിയാലോ? ഒന്നിതാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഡെൻസിറ്റി, സാന്ദ്രത 0.000000001% എങ്കിലും മാറിയിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ ഉണ്ടാവില്ല, ഗാലക്സികൾ ഉണ്ടാവില്ല, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മനുഷ്യനടക്കം ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ വേഗത, ഇങ്ങനെ വികസിക്കുന്നതിൻ്റെ വേഗത അല്പം ഒന്ന് കൂടിയിരുന്നുവെങ്കിൽ ആ കൂടൽ കാരണം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ ഒരു റീകൊളാപ്സ് വഴി എന്ത് ചെയ്യും, മൊത്തം തകർന്നില്ലാതായി പോയേനെ. അഥവാ അല്പം പോലും വേഗത കൂടാതെ കൃത്യമായ അളവിൽ പ്രപഞ്ചം വികസിക്കുന്നു. 0.0000001% പോലും വ്യത്യാസമില്ലാതെ കൃത്യമായ സാന്ദ്രതയിൽ പ്രപഞ്ചത്തിൻ്റെ സാന്ദ്രത നിലനിൽക്കുന്നു. 1-2 ഫാക്ടർ അല്ല, ഏത് ഫാക്ടർ എടുത്ത് പരിശോധിച്ചാലും നമുക്കങ്ങനെ കാണാൻ കഴിയും. ആ ഫൈൻ ട്യൂണിങ്, ആ കൃത്യമായ അറേഞ്ച്മെൻറ്റ് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവ് തന്നെയാണ്. ഇനി ഞാൻ കുറച്ചുകൂടി ലോജിക്കലും ക്രിസ്പും ആയിട്ടുള്ളൊരു കാര്യം പറയാണ്. നമുക്ക് ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഇത് പ്രത്യേകം തെളിയിക്കേണ്ട കാര്യം പോലും അല്ല കേട്ടോ. ദൈവമുണ്ടെന്ന ബോധ്യം നമ്മൾ ഉള്ളിലുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രത്യേക തെളിവുകൾ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന, വളരെ ക്രിസ്പായി മനസ്സിലാക്കാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റി പറയാണ്. ശ്രദ്ധയോടുകൂടി ഇരുന്നാലേ അത് മനസ്സിലാവുള്ളൂ. വളരെ ചെറിയ സമയങ്ങളോട് നമ്മളത് പറയും. ഈ ഒരു സംവാദങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? ഇതാരൊക്കെ ആളുകൾ? ഒരു സംവാദമാണ്, ഇപ്പോൾ അടുത്ത് നോർത്ത് ഇന്ത്യയിലാണ് സംവാദമാണ്. ഫസ്റ്റ് ആളാരാ? ജാവേദ് അക്തർ, പ്രശസ്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആക്ടിവിസ്റ്റാണ്, എഴുത്തുകാരനാണ്. രണ്ടാമത്തെ ആളാരാ? മുഹമ്മദ് ഷമായിൽ നദ്വി. അപ്പോൾ ഇവർ തമ്മിലുള്ള സംവാദം നിങ്ങൾ ഇത് കഴിഞ്ഞ് പോയി സമയമുണ്ടെങ്കിൽ കാണണം. മലയാള സബ് ടൈറ്റിൽ പോലെ ലഭ്യമാണ്. അത്രയും മനോഹരമായി ദൈവമെന്ന് പറയുന്ന വിഷയത്തിലെ ഒരു പരിധി വരെയുള്ള എല്ലാ വിമർശനങ്ങൾക്കും വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഷമായിൽ നദ്വി മറുപടി പറയുന്നുണ്ട്. എന്താ ഇവിടെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ഇത് റെഫറൻസ് തരാനാണ്. രണ്ടെന്ന് പറഞ്ഞാൽ ഷമായിൽ നദ്വി അതിൽ ദൈവത്തെ തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വാദമുണ്ട്. ഞാൻ നേരത്തെ ലിസ്റ്റ് ഇട്ടതിൽ ആദ്യം കൊടുത്ത വാദം, ഇതൊന്നും പുതിയ വാദങ്ങളല്ല കേട്ടോ. BC-യിൽ അല്ലെങ്കിൽ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് പോലും അവതരിപ്പിക്കപ്പെട്ട ഒരുപാട് വാദങ്ങളാണ് നേരത്തെ കാണിച്ചത്. ദാറ്റ് മീൻസ് ഈ ദൈവത്തെ തെളിയിക്കുക എന്ന് പറയുന്ന കാര്യം പുതിയ കാര്യമല്ല, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അതിൽ മൂപ്പര് പറയുന്ന, അഥവാ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് എവിഡൻസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് ആണ്. നമ്മൾ അതിനെപ്പറ്റി വെറും 3 മിനിറ്റിൽ പറയാണ്. 3 മിനിറ്റിൽ കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റ് വളരെ ക്രിസ്പായി പറയാണ്. ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ദൈവമുണ്ടെന്ന് വളരെ ഷോർട്ടായി നമ്മൾ പെട്ടെന്ന് തെളിയിക്കാൻ പോകുന്നു. ഇതിൽ കണ്ടിൻജൻ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ ആവർത്തിക്കൂട്ടോ. കണ്ടിൻജൻ്റ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നതിന് അർത്ഥമുള്ളൂ. വേറെ എന്തിനെയോ ആശ്രയിക്കുന്ന കാര്യത്തെയാണ് കണ്ടിൻജൻ്റ് എന്ന് പറയാം. ഡിപ്പെൻഡൻ്റ് എന്ന് മാറ്റി മനസ്സിലാക്കിയാൽ മതി. വേറെ എന്തിനെയോ ആശ്രയിക്കുന്ന സാധനം. അപ്പോൾ അത് മനസ്സിലുണ്ടാവണം. കണ്ടിൻജൻ്റ് എന്നുള്ള വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സിറ്റി ഇല്ല, വേറെ എന്തിനെയോ ആശ്രയിക്കുന്ന കാര്യം. ഓക്കെ, കണ്ടിൻജൻസി ആർഗ്യുമെന്റ് പറയുന്നത് ഈ ലോകത്ത് ഒരുപാട് കണ്ടിൻജൻ്റ് തിങ്സ് ആണുള്ളത്.
വേറെ എന്തിനൊക്കെയോ ആശ്രയിക്കുന്ന സാധനങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തൊന്നും മറ്റൊന്നിനെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? എല്ലാ സാധനങ്ങളുടെയും ഗുണങ്ങൾ, ക്വാളിറ്റികൾ ലിമിറ്റഡാണ്, പരിമിതിയുള്ളതാണ്. ഒന്നിനും ഇൻഫിനിറ്റി മാസ് ഇല്ല. അറ്റമില്ലാത്ത മാസ്, അറ്റമില്ലാത്ത ഉയരം, അറ്റമില്ലാത്ത സൈസ്, ഇതുള്ള ഒന്നുമില്ല. എല്ലാത്തിനും അറ്റുണ്ട്, എല്ലാത്തിനും പരിമിതി ഉണ്ട്. അത് പരിമിതി ഉണ്ടെങ്കിൽ അതിനെ പരിമിതമാക്കിയ വേറെന്തോ കാര്യത്തിൽ അത് ആശ്രയിക്കുന്നുണ്ട്. സിമ്പിളാണ്. എൻ്റെ ഹൈറ്റ് ഇതാണ്, ഈ ഒരു പ്രത്യേക ഹൈറ്റിൽ പരിമിതമാണെങ്കിൽ അതിനെ പരിമിതമാക്കിയ വേറെ എന്തിലോ ഞാൻ ആശ്രയിക്കുന്നുണ്ട്. ഈ ലോകത്തെ എല്ലാ സാധനങ്ങളും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുക. സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അപ്പോൾ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോകത്ത് മൊത്തമുള്ളത്. അതെന്ന് പറയുന്നു. അങ്ങനെ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമായ സാധനങ്ങൾ. ഉണ്ടാവും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാം. ഇപ്പോൾ ഏതിനെടുത്താലും ഈ ലോകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടായേ തീരൂ, ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? ഭൂമി ഉണ്ടായിട്ടില്ല, ഭൂമി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ? ഭൂമി ഉണ്ടായിട്ടില്ല, അത്രേ ഉള്ളൂ. സൂര്യല്ല, അത്രേ ഉള്ളൂ. നമ്മളില്ല, അത്രേ ഉള്ളൂ. ഉണ്ടായേ തീരൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അഥവാ ഉണ്ടാവാനും പറ്റും, ഉണ്ടാവാതിരിക്കാനും പറ്റും. അത് അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതേപോലെ അതിന് ഇപ്പോഴുള്ള അവസ്ഥയിൽ മാത്രമല്ല നിലനിൽക്കാൻ പറ്റുക, വേറെ അവസ്ഥയിൽ നിലനിൽക്കാം. മനുഷ്യൻ കുട്ടിയായിരുന്നു, വളർന്നു, മരണപ്പെട്ടു പോകും, മണ്ണാകും. അഥവാ ഇതിൻ്റെ അവസ്ഥകൾ ഇങ്ങനെ മാറാം, ഏത് അവസ്ഥയിലും നിലനിൽക്കാം. ഇതാണ് കണ്ടിൻജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പ്രത്യേകത. അഥവാ ഈ ദുനിയാവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സകല സാധനങ്ങളും എന്ത് സാധനമാണ്? കണ്ടിൻജൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇനിയാണ് ആർഗ്യുമെന്റ് പറയുന്നത്. ഒരു സാധനം കണ്ടിൻജൻ്റ് ആണ്. ഈ ലോകത്തുള്ള എല്ലാ കണ്ടിൻജൻ്റ് സാധനങ്ങളും ഒരു കൂട്ടുക, അഥവാ ദി ഗ്രൂപ്പ് ഓഫ് ഓൾ കണ്ടിൻജൻ്റ് തിങ്സ്. ആ കണ്ടിൻജൻ്റ് തിങ്സിൻ്റെ ഗ്രൂപ്പ് വേണമെങ്കിൽ യൂണിവേഴ്സ് എന്ന് വിളിക്കാം, പ്രപഞ്ചം എന്ന് വിളിക്കാം. അതും കണ്ടിൻജൻ്റ് ആയിരിക്കും. അഥവാ ഒരു സാധനം കണ്ടിൻജൻ്റ് ആണ്, അതേപോലത്തെ അത് ഇൻഫിനിറ്റി ആണെങ്കിൽ പോലും, ഇൻഫിനിറ്റ് സാധനങ്ങൾ, എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾ, അതൊന്നും ലോകത്തുണ്ടാവില്ല. എത്രയാണെങ്കിലും അതിന് ഒരു അറ്റമുണ്ടാവും. ഇനി അത് അറ്റമില്ലാത്തതാണെങ്കിൽ പോലും അതിനുള്ളിലുള്ള സാധനങ്ങൾ മുഴുവൻ കണ്ടിൻജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പും എന്താവും? കണ്ടിൻജൻ്റ് ആവും. മനസ്സിലായി വിചാരിക്കുന്നു. ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ളത് മൊത്തം കണ്ടിൻജൻ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പും എന്താണ്? കണ്ടിൻജൻ്റ് ആണ്. അഥവാ ആ ഗ്രൂപ്പ് കണ്ടിൻജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും കൂട്ടം. ആ കൂട്ടം കണ്ടിൻജൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത് മറ്റെന്തിനെയോ ആശ്രയിച്ചിരിക്കണം, വേറെ വകുപ്പൊന്നുമില്ല. അപ്പോൾ ഈ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടം വേറെന്തിനെയോ ആശ്രയിച്ചിരിക്കണം. ആ ആശ്രയിക്കുന്ന സാധനം അതും കണ്ടിൻജൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അതും തുടക്കമുള്ള, ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ള, നമ്മളെപ്പോലെ, പ്രപഞ്ചത്തെ പോലെ, സൂര്യനെ പോലെ, ഭൂമിയെ പോലെ ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ അതും ഉൾപ്പെട്ടു. ഈ കൂട്ടം എന്താ? എല്ലാ കണ്ടിൻജൻ്റ് സാധനങ്ങളുടെയും കൂട്ടാണ്. അപ്പോൾ അതും വരും. അപ്പോൾ അതും കൂടി ഉൾപ്പെട്ട ആ കൂട്ടത്തിനെ അതെന്തിനെ ആശ്രയിക്കുന്ന പുതിയ ചോദ്യം വരും. അഥവാ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഗ്രൂപ്പായി കഴിഞ്ഞാൽ അത് വേറെ എന്തിനെങ്കിലും ആശ്രയിച്ചിരിക്കണം. ആ ആശ്രയിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് കണ്ടിൻജൻ്റ് ആവാൻ പാടില്ല, അത് പോസിബിൾ ആകാൻ പാടില്ല. അത് വേറെ എന്തിനെങ്കിലും ആശ്രയിക്കുന്ന സാധനം, പോസിബിൾ എന്ന് ഉദ്ദേശിച്ചത് ഉണ്ടാവാനും സാധ്യതയുണ്ട്, ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്, അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ആയാൽ അതും നേരത്തെ പറഞ്ഞ ആ കൂട്ടത്തിൽ പെട്ടു, കണ്ടിൻജൻ്റ് സാധനങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടു. അപ്പോൾ അതിന് പുറത്തുള്ള സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ അത് നെസസറി ആയിരിക്കും, ഉണ്ടായേ തീരൂ. അതില്ലാതെ ഒരു എക്സ്പ്ലനേഷനും സാധ്യമല്ല. ഇത് വെറും ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. അതാണ് കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റ്. കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവാത്തത് ഉണ്ടാവും, മേ ബി അവർക്ക് കൂടുതൽ പഠിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് ഇത്രയും ലളിതമായി, ഇത്രയും സിമ്പിളായി, ഇത്രയും ലോജിക്കലായി നമുക്ക് ദൈവമില്ലാതെ, നെസസറി ആയ അങ്ങനെ ഒരു അസ്തിത്വമില്ലാതെ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അഥവാ അങ്ങനെ ഒരു നെസസറി എക്സ്റ്റൻസ് ഇല്ലെങ്കിൽ വിശദീകരണം അസാധ്യമാണെന്ന് പറയാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവമില്ലാതെ യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല, ദൈവം ഉണ്ടായേ തീരും. ഇനിയാണ് ചോദ്യം, ഇനി ദൈവമുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ദൈവമുണ്ടെങ്കിൽ അവൻ നമുക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതാണ് ശരി. പിന്നെ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ നോക്കാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ അത് പ്രമാണത്തിലുണ്ടോ, ശരിക്കും പടച്ചോൻ പറഞ്ഞതാണോ, ശരിക്കും പടച്ചോൻ്റെ പ്രവാചകൻ പറഞ്ഞതാണോ, ആ ശരിക്കും പറഞ്ഞതാണോ എന്നുള്ള ചോദ്യത്തിനപ്പുറം വേറൊരു ചോദ്യമല്ല. പ്രമാണത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. കാരണം എന്താ? ദൈവമുണ്ട്, അവൻ സർവജ്ഞനാണ്, അവനത് അയച്ചിട്ടുണ്ട്, അവൻ്റെ അയച്ചിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ പിന്നെ അത് ശരിയാണ്. പിന്നെ അവിടെ നമ്മുടെ ഇഷ്ടം അതിന് സ്ഥാനമുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാൻ പരിമിതമായ അറിവുള്ളവനാണ്, പരിമിതമായ യുക്തിയുള്ളവനാണ്, പരിമിതമായ ബുദ്ധിയുള്ളവനാണ്, ഈ പടച്ചുകൊണ്ട്
ആ പടച്ചോൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കില്ല. ശരിയാണോ? അവിടെ അതിന് പ്രസക്തിയില്ല. അവിടെ എൻ്റെ ഇഷ്ടത്തിന് സ്ഥാനമല്ല. കാരണം എന്താ? സർവജ്ഞനായ പടച്ചവനുണ്ടെന്ന് ബോധ്യപ്പെട്ടവനാണ് ഞാൻ. ആ കാര്യം പിന്നെ പരിമിതമായ അറിവുള്ള ഞാൻ എൻ്റെ അറിവിലൂടെ ബോധ്യപ്പെടണമെന്ന് പറഞ്ഞാൽ അസാധ്യമാണ്, സ്വാഭാവികമായിട്ട് അസാധ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ, അവൻ സന്ദേശം അയച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ പ്രമാണത്തിലുള്ളതെല്ലാം, പ്രമാണത്തിലുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്, പ്രമാണത്തിലുള്ളതെല്ലാം ശരിയാണ്, സത്യമാണെന്ന് മനസ്സിലാക്കാം. ഒപ്പം തന്നെ ഈ മതമില്ല 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 എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെങ്ങനെയാണ് സത്യത്തെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ശരിയെ മനസ്സിലാക്കുക? എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ജീവിതത്തിൽ ഓരോ കർമ്മങ്ങളും ചെയ്യണം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതിനെപ്പറ്റി അവരെങ്ങനെ മനസ്സിലാക്കുക? അവർ സാധാരണ പറയാറുള്ള മറുപടി എന്താ? ശരി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അനുസരിച്ച് മാറും. അവർ ദൈവത്തെ അംഗീകരിക്കുന്നില്ല, ദൈവമില്ല എന്ന് പറയുന്നത് കേൾക്കാം വേണമെങ്കിൽ. അവരെന്താ പറയുന്നത്? ഓരോരുത്തരെ ശരിയല്ലേ, അത് അവരുടെ ശരിയല്ലേ, അത് ഇവരുടെ ശരിയല്ലേ എന്നാണ് അവർ പറയാറുള്ളത്. അങ്ങനെ ഓരോരുത്തരുടെ ശരിയായാൽ ലോകം ആക്ച്വലി ശരിയാവും. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശരിയായാൽ. നിങ്ങൾ ഗോവിന്ദസ്വാമി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ആ, ഗോവിന്ദസ്വാമി ചെയ്തത് ഗോവിന്ദസ്വാമിയുടെ ശരിയാണെന്ന് ഗോവിന്ദസ്വാമി പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മളെ എറണാകുളത്ത് കളമശ്ശേരിയിൽ സ്ഫോടനം നടത്തിയ മാർട്ടിൻ ചെയ്തത് മാർട്ടിൻ്റെ ശരിയാണ്. മാർട്ടിൻ ന്യായീകരിക്കുന്നത് അതിനെ. സ്ഫോടനം നടത്തി 8 പേരെ കൊന്നതിനെ ലൈവിൽ വന്ന് ന്യായീകരിക്കുന്നുണ്ട്. മൂപ്പര് പറയുന്നത് എൻ്റെ ശരിയാണത്. അംഗീകരിക്കാൻ പറ്റുമോ? ആരുടെ ശരി എന്നുള്ള ചോദ്യമല്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശരിയാണെങ്കിൽ അവരുടെ ശരിയെ പറ്റിയുള്ള ചോദ്യം പ്രസക്തല്ലേ? ആ ശരി ആക്ച്വൽ ശരിയാവണ്ടേ, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ ആരോഗ്യപരമായി നിലനിൽക്കുന്ന ശരിയാവണ്ടേ? ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പല ശരികൾ പറയുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, മൈത്രേയനൊരു ശരിയുണ്ട്. ആ മൈത്രേയൻ്റെ ശരി പ്രകാരം കഞ്ചാവ് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ശരിയല്ലേ? അംഗീകരിക്കാൻ പറ്റുമോ? MDMA കൊണ്ട് എന്താ പ്രശ്നം? നിങ്ങളൊക്കെ മണ്ടന്മാരാണോ എന്ന് മൂപ്പര് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞങ്ങൾ മണ്ടന്മാരാണ്, അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റൂല. അതേപോലെ മൂപ്പര് വ്യൂ പ്രകാരം ഇനി ആണുങ്ങളൊന്നും സമൂഹത്തിൽ വേണ്ട എന്നുള്ളതാണ്. അഥവാ നിങ്ങളൊന്നും വേണ്ടാന്ന്, പെണ്ണുങ്ങൾ മാത്രം മതി. കാരണം കുട്ടികൾ ജനിക്കാനാണല്ലോ ആണുങ്ങളെ കൊണ്ടുള്ള ദൗത്യം എന്നാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ അതിന് സ്പേമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വേറെ തരത്തിൽ ഉണ്ടാക്കാം. നിങ്ങളാവശ്യമില്ല, ഈ സ്ത്രീകൾ മതി. അവർ പ്രസവിച്ചോളും, അവർ ജോലി ചെയ്തോളും, അവരെല്ലോ കാര്യങ്ങളും ചെയ്തോളും. പുരുഷന്മാരാവശ്യമില്ല, വൃദ്ധന്മാരാവശ്യമില്ല. ഒരു 60 വയസ്സുകാരനായ മൈത്രേയൻ പറയാണ് ഈ ലോകത്ത് വൃദ്ധന്മാരാവശ്യമില്ല. മൂപ്പരിങ്ങോട്ട് സ്വയം ഒരു കാര്യം ചെയ്തിട്ട് സമൂഹത്തിനൊരു ഉപകാരം ചെയ്യുന്നില്ല, അത് വേറെ വിഷയം. അപ്പോൾ അങ്ങനെ ഒരാൾ പറയാണ് ഇതെന്നെ ശരിയാണെന്ന് പറയാണ്. അങ്ങനെ ശരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി മനുപ്രസാദ് എന്ന് പറഞ്ഞൊരു എത്തീസ്റ്റ് സ്പീക്കറുണ്ട്, ഒരു നിരീശ്വരവാദി പ്രസംഗകനുണ്ട്. മൂപ്പർക്കൊരു ശരിയാണ്. മൂപ്പർ ശരി പ്രകാരം എന്തൊക്കെയാണെന്നറിയോ? മൂപ്പർ ശരി പ്രകാരം അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കുന്നു, മാതാപിതാക്കളും സഹോദരങ്ങളുമായി സെക്സ് ആവാം, അവർക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഇൻസെസ്റ്റ് എന്ന് തന്നെ പറയും. അങ്ങനെ ആവാം, എന്താ പ്രശ്നം? മനുപ്രസാദിന് ശരി. ഓരോരുത്തർക്കും ഓരോരുത്തർ ശരിയല്ല, അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാം പറ്റുമോ? ഇനി മൂപ്പർ പറയുന്ന വേറെ ശരി എന്ന് പറഞ്ഞാൽ ഈ ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗ ലൈംഗികത ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്ന സമയത്ത് മൂപ്പരിട്ട പോസ്റ്റാണത്. നമ്മൾ ആഘോഷിക്കാനായിട്ടില്ല, അഥവാ സ്വവർഗ ലൈംഗികതയൊക്കെ ശരിയായി, പക്ഷെ നമ്മൾ ഇപ്പോഴും ആഘോഷിക്കാനായിട്ടില്ല. നമ്മൾ ശരിക്കും ആഘോഷിക്കണമെങ്കിൽ എല്ലാവരുടെ അവകാശവും കിട്ടണം. എന്താ മൂപ്പർ ഉദ്ദേശിച്ച എല്ലാവരുടെ അവകാശം എന്നറിയോ? ചെറിയ കുട്ടികളുമായി ആത്മാർത്ഥമായി പ്രണയം തോന്നുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ആ പ്രണയം അവർക്ക് നടപ്പിലാക്കാൻ ഇന്നത്തെ നിയമ സംവിധാന പ്രകാരം പറ്റൂല. ഒരു 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സുള്ള കുട്ടികളോട് ലൈംഗികമായ ആകർഷണം തോന്നുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു അവകാശം നടപ്പിലാക്കാൻ ഇന്ന് ഈ ക്രൂരമായ ഇന്ത്യൻ സംവിധാന പ്രകാരം പറ്റൂല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ കൂടെ അവകാശം നമ്മൾ നേടിക്കൊടുക്കണം. അപ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ട് ആഘോഷിക്കാൻ കഴിയൂ. അപ്പോൾ ഒരു കമൻ്റ് അതിന് വന്നു, ഇത് പെഡോഫീലിയ അംഗീകരിക്കാൻ പറ്റൂല. പെഡോഫീലിയ എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധം, അതെങ്ങനെ അംഗീകരിക്കാൻ ചോദിക്കുകയാണ്. അപ്പോൾ മൂപ്പര് പറയാണ് ഇതുവരെ സ്വവർഗ ലൈംഗികത അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നാളെ എന്ത് ചെയ്യും? ഇതിനെ അംഗീകരിക്കും. അത് മൂപ്പര് പറഞ്ഞാൽ ശരിയാണ്, നാളെ വരെ ഇതിനെ അംഗീകരിക്കും. പക്ഷേ അതുകൊണ്ടൊരു സാധനം ശരിയാവോ? ഇയാൾക്കൊരു ശരിയുണ്ടെന്നുള്ള ഒരു കാര്യം ശരിയാവോ? ഇനി നമ്മൾ പറയാണ് നമ്മളൊന്നും ഇത് ചെയ്യണ്ട, മൂപ്പര് മാത്രം ചെയ്തോട്ടെ, പറ്റുമോ? മൈത്രേയൻ മാത്രം കഞ്ചാവ് അടിച്ചോട്ടെ, പറ്റുമോ? അത് പറ്റുമോ? മാർട്ടിൻ മാത്രം എല്ലാവരും കൊന്നോട്ടെ, പറ്റുമോ? ഇയാൾ മാത്രം പെഡോഫൈൽ ആയിക്കോട്ടെ, പറ്റുമോ? അത് സൊസൈറ്റിയെ മൊത്തം ബാധിക്കുന്നതാണ്. ഇനി വേറൊരു ഇൻ്റർനാഷണൽ ശരിയുണ്ട്, പീറ്റർ സിംഗർ എന്ന് പറയും ആൾ. പീറ്റർ സിംഗർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നാസ്തികതയുടെ ആചാരനായിട്ടുള്ള റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധാർമ്മികനായ മനുഷ്യനാണ്. ആ മുത്ത് പോലുള്ള ജമ്മ് പോലുള്ള ധാർമ്മികത എന്താ പറയുക? വേണമെങ്കിൽ നമുക്ക് വൈകല്യമുള്ള കുട്ടികളെ ചെറുപ്പത്തിൽ കൊന്നുകളയാം. കാരണം വൈകല്യമുള്ള കുട്ടികൾ
വളർന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ വൈകല്യമുള്ള കുട്ടികൾക്കും പ്രയാസമാണ്, ഇടങ്ങറല്ലേ, ഓർക്ക് വൈകല്യത്തോടെ ജീവിക്കണം. അവരെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് ഇടങ്ങറാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അവരുടെയൊക്കെ പ്രയാസം മാറ്റാൻ വേണ്ടി ചെറിയൊരു പെയിൻ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് ബോധം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അതിനെ കൊന്നുകളയുക. വാട്ട് എ മൊറാലിറ്റി! ഇതാണ് ലോകത്തെ ഏറ്റവും ധാർമ്മികനായ മനുഷ്യൻ. പിന്നെയും പറയുന്നുണ്ട്, മാനസികമായി കോൺഷ്യസ് അല്ലാത്ത, ബോധമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം, ബലാത്സംഗം ചെയ്യാം. കാരണം അവർക്ക് അറിയുന്നില്ല ഞങ്ങളെ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അപ്പം അങ്ങനെ അവരറിയുന്നില്ല, അവരൊരു പെയിനും അവർക്ക് കിട്ടുന്നില്ല, എന്താ സംഭവിക്കുന്ന പോലും അറിയുന്നില്ല. ചെയ്യുന്ന ആൾക്ക് സുഖമുണ്ട്, ചെയ്യുന്ന ആൾ ഇതിലൂടെ സുഖം അനുഭവിക്കുന്നുണ്ട്. അപ്പം അത് സുഖത്തെ കൂട്ടുന്നു, ദുഃഖത്തെ കുറക്കുന്നു. അങ്ങനെ മഹാനായ പീറ്റർ സിംഗർ പറയുന്നു, പീറ്റർ സിംഗറിൻ്റെ സുവിശേഷം 4:5 പറയുന്നത് ബലാത്സംഗം ചെയ്യാമാരെ മാനസിക വൈകല്യമുള്ള ആളുകളെ. അങ്ങനെ മൈത്രേൻ്റെ സുവിശേഷം, പീറ്റർ സിംഗറിൻ്റെ സുവിശേഷം, മനുപ്രസാദിൻ്റെ സുവിശേഷം വെച്ചിട്ട് നമുക്ക് ലോകത്ത് ധാർമ്മികതയും ശരിയും തീരുമാനിക്കാൻ പറ്റുമോ? നോ, നെവർ. അഥവാ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് മനുഷ്യർ ഇത്തരത്തിൽ ധാർമ്മികത തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന അപകടങ്ങളെ പറ്റി ഇത്തരം കുറച്ച് ഇൻസിഡൻറ്റുകൾ മാത്രം എടുത്ത് പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റും. സതോഷി യുട്മാസു എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു ജപ്പാനിൽ കേട്ടോ. മുപ്പർ ചെയ്തതെന്ന് വെച്ചാൽ, മുപ്പർ ഈ തടവുകാരെ ഈ ഗവൺമെൻറ് തീറ്റിപ്പോറ്റുന്നത് ഗവൺമെൻറ്റിന് ഒരു അധിക ബാധ്യതയാണെന്നാണ് മുപ്പർ മനസ്സിലാക്കൽ. നമ്മളിപ്പോൾ തടവുകാരും ഗവൺമെൻറ് ചിലവും തമ്മിലുള്ള ബന്ധം നമുക്ക് ഇപ്പോഴും അറിയാലോ. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിന് പ്രത്യേക ചിലവ് വരുന്നുണ്ട്, അതുകൊണ്ട് തടവുകാരങ്ങ് തീർക്കുക. അപ്പോൾ എന്ത് ചെയ്യും, മുപ്പർ ഗവൺമെൻറ് പ്രോ നാഷണലിസ്റ്റാണ്, ഗവൺമെൻറ്റിനെ സഹായിക്കാൻ കേട്ടോ. മുപ്പർ 30-ലധികം തടവുകാരെ തീർത്തു ഗവൺമെൻറ്റിന് വേണ്ടി. മൂപ്പർക്കൊരു ശരിയുണ്ട്, ആ ശരി നമുക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് പറയുന്നത്, പരിമിതമായ യുക്തിയും അറിവും വികാരങ്ങളും സാഹചര്യങ്ങളുമുള്ള മനുഷ്യനല്ല ശരികളെ തീരുമാനിക്കേണ്ടത്. എനിക്കൊരു റബ്ബുണ്ടെങ്കിൽ, എൻ്റെ 37 ലക്ഷം കോടി കോശങ്ങൾ സംവിധാനിച്ചത് റബ്ബാണ്, പടച്ചവനാണെങ്കിൽ, ആ ഓരോ കോശങ്ങൾക്കുള്ളിലും 46-ലധികം DNA ക്രമീകരിച്ചത് എൻ്റെ റബ്ബാണെങ്കിൽ, അതിനുള്ളിൽ എൻ്റെ നിറം എങ്ങനെയാവണം, എൻ്റെ മുടി എങ്ങനെയാവണം, എൻ്റെ നടത്തം എങ്ങനെയാവണം, എൻ്റെ ശരീരം എങ്ങനെയാവണം എന്നതിനെ പറ്റിയുള്ള സകല വിവരങ്ങളും 3200 കോടി ജനിതക വിവരങ്ങളിലൂടെ ആ ക്രമീകരണം നടത്തിയവൻ എൻ്റെ റബ്ബാണെങ്കിൽ, ആ റബ്ബാണ് സകലതും അറിയുന്ന എൻ്റെ ആക്ച്വൽ യജമാനനായ ആ റബ്ബാണ് പറയേണ്ടത് ഞാൻ എങ്ങനെ ജീവിക്കണം, എന്ത് ശരിയാണ്, എന്ത് തെറ്റാണ്. എല്ലാം നമുക്കും കൂടെ ശരിയായി തോന്നിക്കൊള്ളണമെന്നില്ല. നമുക്കൊരു കാര്യം ചിലപ്പോൾ വെറുപ്പായി തോന്നാം, ആ വെറുപ്പുള്ളത് കൊണ്ട് മാത്രം അത് തെറ്റായിക്കൊള്ളണമെന്നില്ല. വഹുവ ഖൈറുൽ ലക്കും, അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം, ഇഷ്ടം കൊണ്ട് മാത്രം അത് നല്ലതായിക്കൊള്ളണമെന്നില്ല. വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് തിന്മയായേക്കാം. ഇന്നല്ലാഹ യഅലം വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, നിങ്ങൾ അറിയാത്തവനാണ്. അല്ലാഹു പറയാം നമ്മളോട്. അഥവാ നമുക്കറിയാത്ത നന്മകൾ, അവൻ്റെ നിയമങ്ങളിൽ, നമുക്ക് പ്രയാസമുള്ള, പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള അവൻ്റെ നിയമങ്ങളിൽ നമുക്കറിയാത്ത നന്മകൾ നമ്മളൊരു പക്ഷേ നാളെ മനസ്സിലാക്കുമ്പോൾ അല്ലാഹ് ഇത്രയും നന്മ ഇതിലുണ്ടായിരുന്നോ എന്ന് നമ്മൾ വണ്ടറായി പോകുന്ന അത്രയും വലിയ നന്മകൾ അതിൽ ക്രമീകരിക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ ക്രമീകരണത്തിൻ്റെ വാഗ്ദാനം നൽകിയവനാണ് റബ്ബ്. ആ റബ്ബിനെ അനുസരിച്ച് പൂർണ്ണമായി അവന് കീഴ്പ്പെട്ട് മുസ്ലിം എന്ന വാക്കിനും ഇസ്ലാം എന്ന ആശയത്തിനും ആക്ച്വൽ മീനിങ് കൊടുത്തുകൊണ്ട് അതിന് യഥാവിധി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായി ഓരോരുത്തരും മാറണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.